ഹോർമൂസിലെ പ്രതിസന്ധിക്ക് താൽക്കാലിക പരിഹാരമാകുന്നുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഹോർമൂസ് കടലിടുക്കിൽ സുരക്ഷ നടത്തി വന്നിരുന്ന പ്രൊജക്ട് ഫ്രീഡം ദൗത്യം താൽക്കാലികമായി നിർത്തിവെക്കുവാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിട്ടു. തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെയാണ് ട്രംപ് ഇക്കാര്യം അറിയിച്ചത്. സമാധാന കരാറുമായി ബന്ധപ്പെട്ട് ഇറാനിൽ നിലവിൽ നടന്നുവരുന്ന ചർച്ചകളിൽ മികച്ച പുരോഗതിയുണ്ടായ സാഹചര്യത്തിൽ പരസ്പര സമ്മതപ്രകാരമാണ് ഈ തീരുമാനമെന്ന് ട്രംപ് വ്യക്തമാക്കി. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ ഇറാനുമായി ഒരു സമാധാന കരാറിലെത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ നടപടിയെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ഇറാനുമായുള്ള കരാർ യാഥാർത്ഥ്യമാകുമോ എന്ന് പരിശോധിക്കാൻ കുറച്ചു കാലത്തേക്ക് പ്രൊജക്ട് ഫ്രീഡം നിർത്തിവെക്കുവാൻ ഇരുവിഭാഗവും ധാരണയിലെത്തിയിട്ടുണ്ട്. എന്നാൽ മേഖലയിലെ ഉപരോധം ശക്തമായി തന്നെ തുടരുമെന്നും ട്രംപ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ചരക്ക് കപ്പലുകൾക്കുള്ള സൈനിക നീക്കം തുടങ്ങി രണ്ടാം ദിനത്തിലാണ് ഉത്തരവ് മരവിപ്പിച്ചിരിക്കുന്നത്. ഹോർമൂസ് അടച്ചതിനാൽ ഗൾഫ് മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകളെ ലക്ഷ്യസ്ഥാനത്തേക്ക് കടത്തിവിടാനാണ് പ്രൊജക്ട് ഫ്രീഡം എന്ന പേരിൽ US ഇടപെടൽ ആരംഭിച്ചത്. ഇതിന് ബദലായി ഇറാൻ UAE-യിലെ ഫുജൈറ എണ്ണ വ്യവസായ മേഖലയിൽ ആക്രമണം നടത്തിയതോടെ മേഖലയിൽ വീണ്ടും യുദ്ധഭീതി നിലനിന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് സമാധാന ചർച്ചകളുടെ ഭാഗമായി പ്രൊജക്ട് ഫ്രീഡം സൈനിക നീക്കം താൽക്കാലികമായി നിർത്തിവെക്കുവാൻ US തീരുമാനിച്ചത്. ഗൾഫിൽ നിന്ന് കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകളെ അടച്ചിട്ട ജലപാതയിലൂടെ വഴിതിരിച്ചു വിട്ടുകൊണ്ട് മേഖലയിൽ നിന്നുള്ള എണ്ണയുടെ ഒഴുക്ക് പുനഃസ്ഥാപിക്കുന്നതിനും ആഗോള സമ്പദ്വ്യവസ്ഥയെ സാധാരണ നിലയിലേക്ക് തിരിച്ചെത്തിക്കുന്നതിനും സഹായിക്കുക എന്നതായിരുന്നു പ്രൊജക്ട് ഫ്രീഡത്തിന്റെ ലക്ഷ്യം. ഇന്റർനാഷണൽ ഡെസ്ക് ഷെഖേന ന്യൂസ്.